അതേപോലെ നീട്ടില്ല ആ കണ്ടീഷനിലൊക്കെ നല്ലത് എടുത്തിട്ടുണ്ട്. സൂപ്പറായി എടുത്തിട്ടുണ്ട്. എല്ലാ സിനിമകൾക്കും ഒരു ഡെസ്റ്റിനി, ആ ഒരു വിധി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എത്ര വർഷങ്ങൾക്ക് ശേഷം ആയാലും കിട്ടിയിരിക്കും. അത്രേ പറയുള്ളൂ. ഹാറ്റ്സ് ഓഫ് എൻ്റെ എക്സ്പീരിയൻസ്. സൗണ്ട് സൂപ്പറായിരുന്നു. എല്ലാം കൊള്ളായിരുന്നു. ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ് കണ്ടു. വീണ്ടും കണ്ടപ്പോൾ വലിയ സന്തോഷം. അന്ന് ഞാൻ കൊച്ചിയിൽ വെച്ചിട്ടാണ് കണ്ടത്. കാരണം ഞാൻ ഈ സിനിമ ഒരിക്കൽ എനിക്കൊന്ന് ഇതിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഒന്ന് യൂട്യൂബിൽ പോകാൻ പറ്റി. അന്ന് ഞാൻ ഇതിന്റെ പാട്ട് സീനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് തിയേറ്ററിൽ കണ്ടു. പക്ഷെ അന്ന് അത് ശരിക്കും വലിയ സ്വീകാര്യത ഇല്ലാതെ പോയൊരു സിനിമ. ഇന്ന് 600 സീറ്റ് ഫുള്ളായിരുന്നു. ഫസ്റ്റ് ഷോ ഹൗസ്ഫുൾ ആയിട്ട് വീണ്ടും കണ്ടു. മോഹൻലാലിനെ, ആ ഒരു മെലിഞ്ഞ മോഹൻലാലിനെ, വളരെ സുന്ദരനായ മോഹൻലാൽ. പിന്നെ അതുപോലെ ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും ഒരു ഇംഗ്ലീഷ് മൂവിയായിട്ട് അന്ന് ഇറക്കിയിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റായി പോകേണ്ട ഒരു സിനിമ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ റിലീസ് ദേവദൂതന്റെ ഒരു സൂപ്പർ ഹിറ്റായി മാറട്ടെ. കാരണം ഹൗസ്ഫുൾ ആയിട്ടാണ് ഇപ്പൊ ഞാൻ കണ്ടത്. അതും ഇത്രയും വലിയൊരു തിയേറ്ററിൽ 4K എക്സ്പീരിയൻസ് തിയേറ്ററിൽ കാണണം. ഭയങ്കര രസമായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും എൻജോയ് ചെയ്തു. നല്ല ഫീലുണ്ട്. ക്വാളിറ്റി എല്ലാം കൊള്ളാം. നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്തു. ലൈക്ക് വിദ്യാസാഗറിന്റെ പാട്ട്, ലാലേട്ടന്റെ അഭിനയം, മുരളി, മൊത്തത്തിലൊരു എസ്തെറ്റിക് ടച്ചോട് കൂടി റിലീസ് ചെയ്തിരിക്കുന്ന ഭയങ്കര രസം തോന്നി. ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഇറങ്ങിയ പടമാണ്. അപ്പം അത് വീണ്ടും കാണാൻ പറ്റിയതിൽ പിന്നെ അത് ടിവിയിലാണ് കണ്ടിട്ടുള്ളത്. കുറച്ചും കൂടി നമുക്ക് ഒരു ഹൊറർ പടം എന്നാണ് ഇതിനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഉപരി ഒരു കാത്തിരിപ്പിന്റെ സ്നേഹത്തിന്റെ ഒക്കെ കഥ പറയുന്ന പടമാണ് ദേവദൂതൻ. അത് തിയേറ്ററിൽ വന്ന് കണ്ടപ്പോഴാണ് കുറച്ചും കൂടി മനസ്സിലേക്ക് കട്ടിയത്. ഭയങ്കര സന്തോഷം. ആക്ച്വലി ടിവിയില് കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസ് കണ്ട ഒരു ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇതിപ്പോ സ്ക്രീനിൽ വന്ന് കണ്ടപ്പോ ആ ഒരു മൂവിക്ക് ഒരു പ്രത്യേക മാജിക് ഉള്ള പോലെ തോന്നി. അതായത് ഫാന്റസിയും ഹൊററും ആ ഒരു റൊമാൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് സ്ക്രീൻ പ്ലേ ചെയ്യുന്നു. നല്ല ഡയറക്ഷനും നല്ല മ്യൂസിക് കമ്പോസിഷനും ഒക്കെ നല്ല. വർഷങ്ങൾക്ക് ശേഷം 24 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഫിലിമാണ്. അന്ന് അജന്ത തിയേറ്ററിൽ, ട്രിവാൻഡ്രത്ത് 2 തിയേറ്ററിൽ, ഇവിടെയും അജന്തയിലും അഞ്ജലിയായിരുന്നു അന്ന് ഇവിടെ. അപ്പോൾ ഞാനൊരു സൗണ്ട് എഞ്ചിനീയറാണ്. അപ്പോൾ അന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിന്റെ മാക്സിമം എനിക്കിപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു. അയ്യോ, അന്ന് 24 വർഷമായിട്ട് കാണുന്നതല്ലേ, അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ സൗണ്ട് സിസ്റ്റം, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ. ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല, ആസ് എ പ്രേക്ഷകൻ സീരിയസ്ലി. മാത്രമല്ല നിഖിൽ മഹേശ്വരാകട്ടെ, ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ ആ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് വീണ്ടും കിട്ടുക എന്നുള്ളതാണ്. സന്തോഷമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ 2000 ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പോൾ വിഷമം തോന്നി. കാരണം ഞാൻ കണ്ടത് തിരുവനന്തപുരം അജന്ത എന്നാണ്. എന്നു പറഞ്ഞാൽ ക്രിസ്മസ് സീസൺ ആയിരുന്നു. തെങ്കാശി പട്ടണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നരസിംഹം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു 2000 ജനുവരിയിൽ. അതിൻ്റെ ഓളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ജനുവരിയിൽ ഇറങ്ങി, എനിക്ക് തോന്നുന്നു ഓണം വരെ അതിൻ്റെ ഓളമുണ്ട്. ഓണം കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ വരുന്നത്. ആ സമയം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അണിയറക്കാർ കറക്റ്റ് പ്രൊമോഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു ഹൊറർ സിനിമയാണെന്ന് ആർക്കും അറിയില്ല. ഞാനൊക്കെ തിയേറ്ററിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഭയങ്കര വെറൈറ്റി പടമായിരുന്നു ആ സമയം. കാരണം വിദ്യാസാഗറിൻ്റെ പാട്ട് പൂവേ പൂവേ പാലപ്പൂവേ ഭയങ്കര റീച്ചായി. പക്ഷെ അതിൻ്റെ അത്ര പോലും പടത്തിനൊരു റിസപ്ഷൻ കിട്ടിയില്ല ആൾക്കാരുടെ. കാരണം അവർ വിചാരിച്ചില്ല ഇതൊരു ഹൊറർ സിനിമയാണെന്ന്. അവർക്ക് ആ ഒരു അപ്പോഴത്തെ ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷെ ഇന്ന് ഈ സിനിമ തുടക്കം തന്നെ ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് തന്നെ വ്യത്യാസമുണ്ട്. അന്ന് ഇറങ്ങിയതുപോലെയല്ല, വ്യത്യാസം കുറേ ട്രിം ചെയ്തിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂറോളം ട്രിം ചെയ്തിട്ടുണ്ട്. ജഗതിയുടെ സീൻ ഒന്നുമില്ല, എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന് ഇതിലൊരു സീനുണ്ട്, ലോറി പിടിക്കാൻ പോകുന്ന ഒരു ആക്ഷൻ, അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള സീൻസ് കുറച്ച് സിനിമയുടെ ഫീലിങ്ങിന് മൊത്തം എന്താണ് ആവശ്യം അതാണ് കറക്റ്റ് സിബി മലയിൽ ചെയ്തത്. അത് ഭയങ്കര കിടിലമായിട്ട് എനിക്ക് തോന്നി. 2.25 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ സിനിമ. അപ്പം ഇന്ന് ഈ സിനിമ എന്തൊരു മഹാനുപോലും പാട്ടിട്ടപ്പോൾ തിയേറ്ററിൻ്റെ ഒരു വൈബുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു, ദൈവം ഇതാണ് ഈ സിനിമയ്ക്ക് കാലം കാത്തു വെച്ച ഒരു കാവ്യനീതി. കാരണം സിബി മലയിൽ ഇത് കാണുമ്പോൾ സന്തോഷിക്കും. അന്ന് നിഷ്കരണം പ്രേക്ഷകർക്ക് എന്താ പറയുക, അയാൾ വിചാരിച്ച പോലെ ഒരു റിസപ്ഷൻ ഇല്ല. പക്ഷേ ഇന്ന് തിയേറ്റർ ഭയങ്കര ഫുള്ള് ആ ഒരു പടത്തിൽ ഇൻവോൾവ് ആയി കണ്ടു. അല്ല, സിനിമയുടെ അവസാനം ഈ എന്തര മഹാനുഭാവുലും എൻകടിച്ച് വരുന്നുണ്ട്. അത് ഫുള്ള് കഴിഞ്ഞ് സിനിമ മുഴുവൻ തീർന്ന് പ്രേക്ഷകർ സീറ്റിൽ ഇരുന്ന് കൈയടിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പോഴും അത്രയധികം മനസ്സിലായി ഇന്ന് ഫുൾ ഹൗസ് ഈ സിനിമ കാണാൻ അത്രയും താല്പര്യമുള്ളവരാണ് ഇന്ന് വന്ന് കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ദേവദൂതന് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് തിയേറ്ററിൽ കണ്ടുപോകണം. എന്ന് പറഞ്ഞാൽ അത്രയും കിടില എക്സ്പീരിയൻസ് ആണ്. അവരുടെ ആറ്റ്മോസ് മിക്സിങ്ങും, അതായത് അന്ന് തന്നെ കിടിലൻ ക്വാളിറ്റി ആയിരുന്നു. DTS അന്ന് തന്നെ അജന്തയിൽ കണ്ടപ്പോൾ കിടില എഫക്റ്റ് ആയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ട്രിപ്പിൾ എഫക്റ്റ് ഇപ്പോഴും കിട്ടും. ആ ഒരു ക്വാളിറ്റിയിൽ ആ മോഹൻലാലിൻ്റെ പെർഫോമൻസ്, വിദ്യാസാഗറിൻ്റെ പാട്ടുകൾ എടുത്തു പറയണം. ഈച്ച് ആൻഡ് എവരി സോങ്
ഇപ്പോഴും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഭയങ്കര ക്വാളിറ്റി പടമാണ്. ഈ റീ റിലീസിൻ്റെ ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ സ്പടികം. ഇപ്പോൾ ഇത് പിന്നെ ഈ സിനിമയ്ക്ക് ഒരു ബോണസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ തുടക്കത്തിൽ മണിച്ചിത്രത്താഴിൻ്റെ ട്രെയിലർ കാണിക്കും. ആ ട്രെയിലർ യൂട്യൂബിലൊന്നും വന്നിട്ടില്ല, ടീസർ മാത്രമേ വന്നിട്ടുള്ളൂ. ട്രെയിലർ അതും ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു ഫീലാണ്. അപ്പം നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഭയങ്കര ഫീലായിരിക്കും. ഒരുപാട് പേർക്ക് ദേവദൂതന് ഇഷ്ടമാണ്, കാരണം കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്നൊക്കെ പറയാമെങ്കിലും ഇപ്പോൾ ആ സിനിമയ്ക്ക് ഒരു വെൽ റിസപ്ഷൻ ആൾക്കാർ കൊടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഫുൾ ഹൗസ്. ഇനി വരും ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു നല്ല ബുക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നല്ല മൂവി. പറയാനാണെങ്കിൽ പതറി പോകാൻ ചേട്ടാ. കാര്യം എൻ്റെ ഒരു 2 വയസ്സാണ് ഫിലിം ഇറങ്ങിയത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഇത്രയും ഹൗസ്ഫുൾ ആയിട്ട് കാണുമ്പോഴത്തേക്ക് ആ ഒരു ഗൂസ് ബംസ് മൊമെന്റ്സ് ഇപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയും ഡൗൺ ആയ ഒരു ഫിലിം ഇത്രയും ഹൈപ്പിൽ, അത് 24 വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു നോക്കി ആ ഫിലിമിന് അന്ന് കിട്ടേണ്ട കയ്യടി ഇന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വിധിക്കപ്പെട്ട ഒന്ന് മാത്രം കൊണ്ടായോണ്ടാണ്. എല്ലാ സിനിമകൾക്കും ഒരു ഡെസ്റ്റിനി, ആ ഒരു വിധി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എത്ര വർഷങ്ങൾക്ക് ശേഷം ആയാലും കിട്ടിയിരിക്കും. അത്രേ പറയുള്ളൂ. ഹാറ്റ്സ് ഓഫ് എൻ്റെ അടുത്ത്. ഒരുപാട് തവണ എൻ്റെ റിപ്പീറ്റ് ലിസ്റ്റിൽ ഞാൻ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നൊരു മൂവിയാണ്. എന്നിട്ട് ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ആ ഒരു മ്യൂസിക്കിൻ്റെയും ആ ഒരു വൈബ് നമുക്ക് ആ തിയേറ്ററിനകത്ത് കിട്ടും. അതും ഓടി വണ്ണിൽ തന്നെ കണ്ടതിൻ്റെ അറിയാമല്ലോ ഇവിടുത്തെ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി ഒക്കെ കിഡിലായിരുന്നു. ആകെ ഒരു വിഷമം അവർ കുറച്ച് സീൻസ് കട്ട് ചെയ്ത് കളഞ്ഞു. അതർവൈസ് ഇറ്റ് വാസ് കിഡിലായിരുന്നു. പറയുകയാണെങ്കിൽ ഈ സിനിമ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയ സിനിമ 2000-ലാണ് ഞാൻ SSLC പാസ്സായത്. ആ ഒരു സമയത്തെ സിനിമയാണ്. അന്ന് തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിലൊന്നും അന്ന് കണ്ടില്ല, കാരണം നമുക്ക് അന്നത്തെ പരിമിതികളൊക്കെ ധാരാളം ഉണ്ടല്ലോ. നമ്മൾ ഒന്നാമത് ക്ലാസ് കെട്ടിയതൊക്കെയാണ് അന്ന് സിനിമകൾ കാണാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സിനിമ തീർച്ചയായിട്ടും മിസ് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം കണ്ടിരുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമേ എടുത്തു പറയേണ്ടത് ഒരു മികച്ചൊരു സിനിമ അനുഭവമായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കൊരു നല്ലൊരു തിയേറ്റർ വേണം. അതുപോലെ തന്നെ ആ തിയേറ്ററിൽ ഓടുന്ന സിനിമയുടെ കണ്ടന്റ് നല്ലതായിരിക്കണം. 24 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നിയില്ല. കാരണം ആ ഒരു വിഷ്വൽസിലെ ഒരു ക്ലാരിറ്റി, അതുപോലെ തന്നെ സൗണ്ട്, കാരണം ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ഒക്കെ ഇത് ഓവർ ടൈം പണിയെടുക്കുകയായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ റീമാസ്റ്റേർഡ് സിനിമകളിൽ ഇപ്പോൾ ചിലതൊക്കെ മോഹൻലാലിൻ്റെ സിനിമ പഠിക്കാൻ പോലത്തെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മാസ് റോൾ, പക്ഷേ ഇത് മോഹൻലാലിൻ്റെ ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ആണ് സ്ക്രീനിൽ കാണാൻ സാധിച്ചത്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് കാണാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമ പറയുന്ന ഒരു മൂഡ്, കാരണം നമ്മൾ ഈ അടുത്തിറങ്ങിയ വേറെ സിനിമകളൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ, പക്ഷേ ഇത് അങ്ങനെയല്ലായിരുന്നു. അത് ഒരു ക്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പോൾ ആ ഓഡിയൻസിന്റെ റിയാക്ഷനും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു തിയേറ്ററിനകത്ത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു റൊമാൻറ്റിക്കലി എന്താ പറയുക, ആ ഒരു റൊമാൻറ്റിക് ഹൊറർ എന്നുള്ളൊരു ഒരു ജോണറിൽ വരുന്ന ഒരു സിനിമ കൂടെയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇമോഷണലി നമുക്കൊരു കണക്ട് ആവും. കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രേമം കാര്യം ഇതൊന്നുമില്ലാത്ത മനുഷ്യരെയല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ കണക്ട് തീർച്ചയായിട്ടും ഒരു സിനിമയിലേക്ക് വരും. പിന്നെ എടുത്ത് പറയുന്നത് ആ ഒരു BGM എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം, നമ്മൾ കൊളുത്തി പിടിക്കുന്ന ഒരു BGM ആണ്. അപ്പോൾ അത് വീണ്ടും എടുത്ത് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു മനസ്സിനെ വല്ലാത്തൊരു കണക്ട് ചെയ്ത് ഇമോഷണലി കണക്ട് ചെയ്ത് പോകുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ഇത്രയും പഴയ ഒരു സിനിമയാണെങ്കിൽ കൂടെ അതാണ് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ തലമുറയ്ക്ക് 24 കൊല്ലം മുമ്പ് ഇറങ്ങിയ പടമല്ലേ, അപ്പോൾ അന്നത്തെ തലമുറയ്ക്ക് ഒരിക്കൽ കൂടി നല്ലൊരു സിനിമ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. കുറെ കൂടെ നല്ല സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് തിയേറ്ററിൽ കാണണമെന്നൊരു ആഗ്രഹമുള്ള ലാലേട്ടൻ്റെ ക്ലാസിക് സിനിമകളിലൊന്ന്. നമ്മൾ 24 വർഷം മുമ്പാണ് ദേവദൂതൻ റിലീസായത്. അപ്പോൾ അതിൻ്റെ അതേ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് എങ്ങനെ തിയേറ്ററിൽ അവർ കണ്ടോ അതേപോലെ നമുക്ക് ഇപ്പോഴേ ആസ്വദിക്കാൻ പറ്റി. പിന്നെ 4K എടുത്ത് പറയേണ്ടത് അസാധ്യമായ സൗണ്ടും നല്ലൊരു പിക്ചർ ക്വാളിറ്റി, സൂപ്പർ. എന്താ പറയുക, വല്ലാത്തൊരു പുതിയൊരു സിനിമ കാണുന്ന എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ദേവദൂതൻ സമ്മാനിച്ചു. ഇല്ല, നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല. നമ്മള് കട്ടിങ് TV-യിൽ കണ്ടപ്പോൾ കുറച്ച് സീനുകൾ കട്ടിങ് ഉണ്ട്. അപ്പൊ അത് നമുക്കിപ്പോ തിയേറ്ററിൽ കണ്ട സമയത്ത് ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല, നമുക്ക് വെർട്ടിക്കലായിട്ട് തോന്നിയില്ല. എല്ലാം കൊണ്ടും നല്ലൊരു ഇതായിരുന്നു, ദൃശ്യ മികവായിരുന്നു. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സൗണ്ട് ക്ലാരിറ്റി, നല്ല പിക്ചർ ക്വാളിറ്റി. അതിനേക്കാൾ കുറച്ച് പടം മാറ്റിയിട്ടുണ്ട്. കുറെ ഒരു നല്ല രീതിയിൽ ആൾക്കാർക്കെല്ലാം സൂചിക്കുന്ന കണ്ടീഷനിൽ നല്ലത് ചെയ്തിട്ടുണ്ട് പടം. അജന്ത 24 വർഷം അജന്ത ഫസ്റ്റ് തന്നെ കണ്ടത്. ലെന്ത് കുറവാ, നല്ല തോന്നിയിട്ടുണ്ട്. അതേപോലെ നീട്ടില്ല. ആ കണ്ടീഷനിലൊക്കെ നല്ലത് എടുത്തിട്ടുണ്ട് പടം. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്.